ഹരേ കൃഷ്ണ. നമുക്കിനിയും 24-ാമത്തെ ശ്ലോകം നോക്കാം. കുമാര ഊജുഹൂം അഥ തേ വർണ്യതേ സ്മാഭിർമഹിമാശുകശാസ്ത്രജ യസ്യ ശ്രവണമാത്രേണ മുക്തി കരതലേ സ്ഥിതാം. വളരെ മനോഹരമായ ഒരു ശ്ലോകമാണ്. അഥ തേ വർണ്യതേ സ്മാഭിർമഹിമ. ഇവിടെ ചില പുസ്തകങ്ങൾ, ചില ഗ്രന്ഥങ്ങളിൽ പാഠഭേദം കാണാം. അഥത്തെ സംപ്രവക്ഷ്യാമോ എന്ന് കൊടുത്തിട്ട് മഹിമ എന്നുള്ളത് വേറെയൊരു വാക്കായിട്ടായിരിക്കും കൊടുത്തിരിക്കുന്നത്. അതല്ല എങ്കിൽ അഥത്തെ വർണ്യതേ സ്മാഭിർമഹിമ, അവിടെ മഹിമ എന്നുള്ളതിൻ്റെ ആദ്യത്തെ മ കൂട്ടക്ഷരമായിട്ടായിരിക്കും കൊടുത്തിരിക്കുന്നത്. രണ്ടായാലും ശരിയാണ്. അഥ തേ, അഥ എന്ന് പറഞ്ഞാൽ അനന്തരം, അല്ലെങ്കിൽ ഇവിടെ മംഗളകരമായിട്ട് ഏതൊരു കർമ്മം തുടങ്ങുന്നതിനും പലപ്പോഴും ആചാര്യന്മാർ പറയാറുണ്ട്, ആ മംഗളത്തെ സൂചിപ്പിക്കുന്നതിനായിട്ടാണ് അഥ എന്നൊരു ശബ്ദം ഉപയോഗിക്കുന്നത്. ഇവിടെയും മംഗളകരമായി തന്നെ ശ്രീ സനൽകുമാരാദി മഹർഷിമാർ അത് തുടങ്ങുകയാണ്. തേ, അങ്ങേക്കായിക്കൊണ്ട് വർണ്യതേ സ്മാഭിർ, ഞാൻ വളരെ വർണ്ണിച്ചു പറഞ്ഞു തരാം, വിവരിച്ചു പറഞ്ഞു തരാം. എന്ത്? മഹിമാശുകശാസ്ത്രജ, മഹിമയെ ഞാൻ വർണ്ണിച്ചു തരാം. എന്തിൻ്റെ? ശുകശാസ്ത്രജ, ശ്രീ ശുക മഹർഷിയാൽ പറയപ്പെട്ട ഈ ശാസ്ത്രത്തിൻ്റെ, അല്ലെങ്കിൽ ശാസ്ത്രജ എന്ന് പറയുമ്പോൾ ശ്രീ ശുക മഹർഷിയിൽ നിന്നും ജനിക്കപ്പെട്ട, ഇവിടെ എഴുതിയത് വ്യാസഭഗവാനാൽ വിരചിതമാണെങ്കിൽ പോലും ഈ ഒരു ഭാഗവത കഥ ലോകത്തിന് കൂടുതൽ പരിചയപ്പെടുത്തി കൊടുത്തത് ശ്രീ ശുക മഹർഷിയാണ്. അത് ഈ പരീക്ഷിത് മഹാരാജാവിന് ഉപദേശം എന്ന വണ്ണം, അല്ലെ, പ്രായോപവേശം ചെയ്യുന്ന ആ പരീക്ഷിത് മഹാരാജാവിന് ഉപദേശ രൂപേണ പറഞ്ഞുകൊടുത്തതാണ് ശ്രീമദ് ഭാഗവത കഥ, അല്ലെ. മരണഭീതി ഒഴിവാക്കാനായിക്കൊണ്ട്, അല്ലെങ്കിൽ മരണം അടുത്തിരിക്കുന്ന ഒരാളിന് എന്താണ് കരണീയം എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുന്നതാണ് ശ്രീമദ് ഭാഗവത കഥ. അപ്പോൾ അങ്ങനെ ശ്രീശുക മഹർഷിയിൽ നിന്നും ജനിച്ച ഈ ശാസ്ത്രം, നോക്കൂ, ശാസ്ത്രജ എന്നാണ് പറഞ്ഞത്. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഒരു കാലത്തിലും മാറ്റമില്ലാതെ നിൽക്കുന്നതിനെയാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ പഠിക്കാറുള്ള ശാസ്ത്രം, ഇപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ഇങ്ങനെയുള്ള ശാസ്ത്രങ്ങളൊക്കെയും കാലത്തിനനുസൃതമായി അതിൽ മാറ്റങ്ങൾ വരുന്നവയാണ്. ഏത് ശാസ്ത്രം എടുത്താലും ഇന്ന് ശാസ്ത്രത്തിൽ പറയുന്നത് പലതും കാലങ്ങൾക്കപ്പുറം ചിലപ്പോൾ അങ്ങനെയല്ല, ഇങ്ങനെയാണ് എന്ന് പറയുന്ന ഒരു മാറ്റം അതിൽ നമുക്ക് കാണാൻ കഴിയും. അതിനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, പണ്ട് ഏറ്റവും ചെറിയ കണികയായി പറഞ്ഞിരുന്നത് ആറ്റം ആയിരുന്നുവെങ്കിൽ അതിനെ പിന്നീട് കാലങ്ങൾക്കിപ്പുറം സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ഏറെ കണ്ടുപിടിക്കപ്പെട്ടപ്പോൾ ആറ്റമാണ് ഏതൊരു പദാർത്ഥത്തിൻ്റെയും ഏറ്റവും ചെറിയ കണിക എന്നുള്ളതിന് മാറ്റം വന്നതുപോലെ എല്ലാ ശാസ്ത്രങ്ങളും അത് കാലത്തിനനുസൃതമായി മാറ്റം വരുന്നവയാണ്. എന്നാൽ ശ്രീമദ് ഭാഗവത കഥ എന്ന് പറയുന്നത് കാലത്തിനതീതമായി നിലനിൽക്കുന്നതാണ്. കാരണം ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് പ്രത്യക്ഷ കൃഷ്ണയേവഹി, ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ്. അത് കാലത്തിനതീതമായി നിൽക്കുന്ന സത്യമാണ്. അതൊന്നു മാത്രമാണ് സത്യമായിട്ടുള്ളത്. ശാസ്ത്രം എന്ന് പറയുന്നത് പരമമായ സത്യമാണ്. ശ്രീമദ് ഭാഗവത കഥയെ, ഭാഗവതത്തെ അതുകൊണ്ട് തന്നെ ശാസ്ത്രം എന്നാണ് സനൽകുമാരാദി മഹർഷിമാരിവിടെ വിശേഷിപ്പിച്ചത്. ഭഗവാൻ എന്ന സത്യത്തിന് ഒരു കാലത്തും മാറ്റം വരുന്നില്ല. കാലത്തിനൊരവസാനമുണ്ടാകാം, പക്ഷെ കാലത്തിനതീതമായി കാലം ജനിക്കുന്നതിനും കാലം ജനിക്കുന്നതിനു മുൻപും കാലം അവസാനിച്ചതിന് ശേഷവും. കാരണം ഈ കാലം എന്നത് മനുഷ്യൻ്റെ കണക്കുകൂട്ടലുകളുടെ പരിമിതിയിൽപ്പെടുന്നതാണ്. ഒരു പക്ഷേ ഇതിനു മുൻപും ഭഗവാൻ ഉണ്ടായിരുന്നു, അതിന് ശേഷവും. ഈ കാലം എന്നൊന്ന് അവസാനിച്ചു കഴിഞ്ഞാലും അവശേഷിക്കുന്നത് ഭഗവാൻ ഒന്ന് മാത്രമാണ്. അപ്പോൾ ആ പരമമായ സത്യത്തെ പറയുന്ന ഈ ഗ്രന്ഥവും, അല്ലെങ്കിൽ ആ ഭഗവാൻ തന്നെ എന്ന് വ്യാസഭഗവാൻ തന്നെ വിശേഷിപ്പിച്ച ഈ ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത്
ഇത് ശാസ്ത്രമാണ്, ഇതൊന്നു മാത്രമാണ് ശാസ്ത്രമായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ശ്രീശുക മഹർഷിയാൽ പറയപ്പെട്ട ഈ ശാസ്ത്രം, ഈ ഭാഗവത കഥയുടെ മഹാത്മ്യം, അല്ലയോ ശ്രീ നാരദ മഹർഷി, അങ്ങേക്ക് ഞാൻ വർണ്ണിച്ചു പറഞ്ഞു തരാം. സംപ്രവക്ഷ്യാമി എന്ന് പറഞ്ഞാൽ വളരെ വിസ്തരിച്ച് ഞാൻ, വളരെ വിശേഷ രൂപത്തിൽ ഞാൻ പറഞ്ഞു തരാം. യസ്യ ശ്രവണമാത്രേണ മുക്തി കരതലേ സ്ഥിത. യസ്യ യാതൊന്നിൻ്റെയാണോ ശ്രവണമാത്രേണ, ശ്രവണം ഒന്നുകൊണ്ട് തന്നെ, കേൾക്കുന്നത് കൊണ്ട് തന്നെ, മുക്തി, മുക്തി അഥവാ മോക്ഷം, കരതലേ സ്ഥിത, ഈ കരതലേ ഉള്ളംകൈയിൽ സ്ഥിത ഇരിക്കുന്നത്. യാതൊന്ന് കേൾക്കുന്നത് കൊണ്ടാണോ, അല്ലെങ്കിൽ യാതൊന്നിൻ്റെ കേൾവി ഒന്നുകൊണ്ട് മാത്രം ഈ മോക്ഷം നമ്മുടെ ഉള്ളംകൈയിൽ കിട്ടിയതുപോലെ കിട്ടുന്നത്? നമുക്ക് പരീക്ഷിത് മഹാരാജാവിൻ്റെ കഥയിലും ഇത് തന്നെയാണ് കാണാനാവുന്നത്, അല്ലേ? ആ ഭാഗവത കഥയൊന്ന് കേട്ടത് കൊണ്ട് മാത്രം മോക്ഷത്തിലേക്ക് എത്തിച്ചേർന്നതാണ് പരീക്ഷിത് മഹാരാജാവ്. സർവ പാപങ്ങളും അവിടെ ഇല്ലാതെയാവുകയാണ്, അല്ലേ? ആ മുനിയോട് ചെയ്ത, ചത്ത പാമ്പിനെ എടുത്ത് കഴുത്തിലിട്ടു എന്ന് ഒരു മഹാപാപം ആ മുനിയോട് ചെയ്തതുപോലും ഇല്ലാതെയായത് ഈ ഒരു ഭാഗവത കഥയുടെ ശ്രവണം ഒന്നുകൊണ്ട് മാത്രമാണ്. ഇവിടെ ആദ്യമേ അത് തന്നെയാണ് സനൽകുമാരാദി മഹർഷിമാർ പറയുന്നത്. യാതൊന്നിൻ്റെ ശ്രവണം ഒന്നുകൊണ്ട് മാത്രം കരതലത്തിലിരിക്കുന്ന ഫലം പോലെ, അല്ലെങ്കിൽ ഉള്ളം കൈയിലിരിക്കുന്ന ഫലം പോലെ മുക്തി നമ്മുടെ ഉള്ളം കൈയിൽ കിട്ടുവോ? അതിൻ്റെ ആ ഭാഗവത കഥയുടെ മഹാത്മ്യം, അല്ലയോ ശ്രീ നാരദ മഹർഷി, ഞാനിവിടെ വിസ്തരിച്ചു പറഞ്ഞു തരാം. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. അഥ തേ വർണ്യതേ സ്മാഭിർമഹിമാശുകശാസ്ത്രജ യസ്യ ശ്രവണമാത്രേണ മുക്തി കരതലേ സ്ഥിതാം. ഇനി നമുക്ക് 25-ാമത്തെ ശ്ലോകം. സദാസേവ്യ സദാസേവ്യ ശ്രീമദ് ഭാഗവതീ കഥ യസ്യാ ശ്രവണമാത്രേണ ഹരിശ്ചിത്തം സമാശ്രയേത്. പറയുകയാണ്, സദാസേവ്യ, എപ്പോഴും സേവിച്ചു കൊള്ളുക. അത് ഒരു തവണയല്ല, ഒന്നുകൂടി ആവർത്തിച്ചു പറഞ്ഞു. സദാസേവ്യ, എപ്പോഴും സേവിച്ചു കൊള്ളുക. എന്ത്? ശ്രീമദ് ഭാഗവതീ കഥ, ഈ ഭാഗവത കഥയെ എപ്പോഴും സേവിച്ചു കൊള്ളുക. യസ്യ ശ്രവണമാത്രേണ ഹരിശ്ചിത്തം സമാശ്രയേത്. യസ്യ, യാതൊന്നിൻ്റെ, ശ്രവണമാത്രേണ, കേൾക്കുന്നത് കൊണ്ട് തന്നെ, ഹരിശ്ചിത്തം സമാശ്രയേത്. ഹരി, ആ സാക്ഷാൽ ശ്രീഹരി ഭഗവാൻ, ചിത്തം, നമ്മുടെ ചിത്തത്തിൽ, നമ്മുടെ ഉള്ളിൽ, സമാശ്രയേത്, ശോഭിക്കും, എപ്പോഴും പ്രകാശിച്ചു കൊണ്ടിരിക്കും. ഇവിടെ പലപ്പോഴും പലരും ചോദിക്കുന്നതാണ്, ഭാഗവതം എപ്പോഴാണ് വായിക്കേണ്ടത്? ഇവിടെ ശ്രീ വ്യാസഭഗവാൻ തന്നെ അതിനുള്ള ഉത്തരം സനൽകുമാരാദി മഹർഷിമാരിലൂടെ പറയുന്നു. സദാസേവ്യ സദാസേവ്യ, അതിനൊരു ബ്രേക്കില്ല, അതിനൊരു ഇടവേള വേണ്ട, എപ്പോഴും സേവിക്കാം. കാലം അതിന്, അല്ലെങ്കിൽ സമയം അതിന് വിഷയമല്ല. എപ്പോഴും സേവിക്കുക, എപ്പോഴും സേവിക്കുക. അതുകൊണ്ട് അങ്ങനെ എപ്പോഴും സേവിച്ചു കൊണ്ടിരുന്നാൽ ആ ഒന്നിൻ്റെ കേൾവി കൊണ്ട് തന്നെ, കേൾക്കുന്നത് കൊണ്ട് തന്നെ ആ ശ്രീഹരി ഭഗവാൻ സദാ ചിത്തത്തിൽ പ്രകാശിക്കും. ഇത് നമുക്ക് ഗോപസ്ത്രീകളിലൂടെ നമുക്കിത് തന്നെ അനുഭവത്തിൽ കാണാൻ കഴിയും. ഏറ്റവും നല്ല ഉദാഹരണമാണ് ഗോപസ്ത്രീകൾ. സദാസേവ്യ സദാസേവ്യ ശ്രീമദ് ഭാഗവതീ കഥ, ഭഗവത് സംബന്ധമായിട്ടുള്ള കഥകളെ എപ്പോഴും സേവിച്ചു കൊണ്ടിരുന്നവരാണ് അവർ, അല്ലേ? ഭഗവാന് കാലികളെ മേയ്ക്കാനായിട്ട് വനത്തിലേക്ക് പോയാൽ തിരികെ വരുന്നതുവരെ ആ ഭഗവാന്റെ ഓരോ വികൃതികൾ, ആ ഉണ്ണിക്കണ്ണൻ്റെ വികൃതികൾ, വെണ്ണ മോഷ്ടിക്കാൻ വരുന്നത്, കുറുമ്പ് കാട്ടുന്നത്, ഇത് തന്നെ ഇങ്ങനെ ഈ ഗോപസ്ത്രീകൾ പരസ്പരം പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒരാൾ പറയുമ്പം ബാക്കിയുള്ളവർ കേൾക്കും. പിന്നെ അടുത്ത ആൾ പറഞ്ഞു തുടങ്ങും, ഇങ്ങനെയാ, നിൻ്റെ വീട്ടിൽ ഇങ്ങനെയായിരുന്നോ, എൻ്റെ വീട്ടിൽ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് എപ്പോഴും ആ കള്ളക്കണ്ണൻ്റെ കഥകൾ തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന ആ ഗോപസ്ത്രീകളുടെ ഉള്ളിൽ, സത്യം പറയട്ടെ, അവരുടേതായ ഒരു കുടുംബമോ ജീവിതമോ പോലും ഉള്ളിലുണ്ടായിരുന്നില്ല.
ഉള്ളിൽ സദാ അവരുടെ ചിത്തത്തിൽ സദാ തെളിഞ്ഞു പ്രകാശിച്ചു കൊണ്ടിരുന്നത് ആ ശ്രീഹരി ഭഗവാൻ മാത്രമായിരുന്നു. ആ പൊന്നുണ്ണിക്കണ്ണനായിരുന്നു, പൊന്നുണ്ണിക്കണ്ണൻ്റെ ലീലകളായിരുന്നു. അതല്ലാതെ അവരുടെ ഉള്ളിൽ മറ്റൊന്നുണ്ടായിരുന്നില്ല. അവർക്കാവട്ടെ അതുകൊണ്ട് തന്നെ ആ ഭഗവാൻ എപ്പോഴും ഉള്ളിൽ പ്രകാശിച്ചു കൊണ്ടിരുന്നത് കൊണ്ട് തന്നെ മറ്റു വിഷയങ്ങളോടൊന്നും തന്നെ അവർക്കൊരു ഒട്ടലുണ്ടായില്ല. ഒട്ടലുണ്ടാകാനുള്ള സമയം അവർക്കുണ്ടായില്ല. അവരുടെ ജീവിതത്തിലെ ഓരോ മാത്രയും ഓരോ നിമിഷവും അവർക്ക് ആ ഭഗവത് കഥ ആസ്വദിക്കാനുള്ളതായിരുന്നു, ഭഗവത് കഥയിൽ ലയിക്കാനുള്ളതായിരുന്നു. ആ ഹരിയെ ഉള്ളിൽ വളരെ ശക്തിയായി എന്നും ഒന്നുകൂടി ഉറപ്പിക്കാനുള്ളതായിരുന്നു. അത് ഈ ഒരു ശ്ലോകത്തിന് ആധാരമായി ഉദാഹരണമായി നമുക്ക് ഇതേ ഭാഗവത കഥയിൽ പിന്നീട് നമുക്ക് ദശമസ്കന്ധത്തിൽ കാണാം. അവരുടെ സദാസേവ്യ എപ്പോഴും ആ ഭഗവാന്റെ കഥകളെ, ശ്രീമദ് ഭാഗവതി കഥ, ആ ഭഗവത് സംബന്ധമായ കഥകൾ തന്നെ അവർക്ക് എപ്പോഴും സേവ ചെയ്യുവാനുണ്ടായിരുന്നുള്ളൂ. അങ്ങനെയുള്ള അവരുടെ ഉള്ളിൽ ആ ഹരിയല്ലാതെ മറ്റാരാണ് പ്രകാശിച്ചിരുന്നത്? രാത്രിയെന്നില്ല, പകലെന്നില്ല. രാസലീലയൊക്കെ നമുക്ക് നോക്കിയാൽ കാണാം. ആ ഭഗവാനോട് ലയിക്കാനുള്ള അവരുടെ ആ ഒരു അടങ്ങാത്ത വാഞ്ഛയാണ് അവരെ അവിടേക്ക് എത്തിച്ചത്. കാരണം സദാസേവ്യ അവരുടെ ജീവിതം മുഴുവൻ ആ ഭഗവാനെ സദാ സേവിച്ചു കൊണ്ടിരുന്നവരാണ്. സദാ അവരുടെ ഉള്ളിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവനായ ആ പൊന്നുണ്ണിക്കണ്ണൻ തന്നെയായിരുന്നു, ശ്രീഹരി ഭഗവാൻ തന്നെയായിരുന്നു വിളങ്ങിയിരുന്നതെന്ന് കാണാം. അവർക്കതിന് സമയത്തിൻ്റെ പരിമിതി ഉണ്ടായില്ല. രാത്രിയെന്നില്ല, പകലെന്നില്ല. അവർക്കെപ്പോഴും ഭഗവാൻ തന്നെയായിരുന്നു, ഭഗവത് കഥകളും തന്നെയായിരുന്നു അവരുടെ ഉള്ളിൽ നിറഞ്ഞു നിന്നിരുന്നത്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. സദാസേവ്യ ശ്രീമദ് ഭാഗവതി കഥ യസ്യാശ്രവണമാത്രേണ ഹരിശ്ചിത്തം സമാശ്രയേത്. ഇനി അടുത്ത ശ്ലോകം 26-ാമത്തെ ശ്ലോകം. ഗ്രന്ഥോഷ്ടാദശസാഹസ്രോ 12 സ്കന്ധസംമിത പരീക്ഷിച്ചുക സംവാദ ശൃണു ഭാഗവതം ച തത്. ഇനിയും ഈ എന്താണ് ഭാഗവതം എന്നുള്ളത് അങ്ങോട്ട് ഒരു പരിചയപ്പെടുത്തൽ, ഒരു ചെറിയൊരു ആമുഖം പറയുകയാണ്. അതിന് ആ ഹരി സദാ ശ്രീഹരി ഭഗവാൻ ഉള്ളിൽ തുള്ളിക്കളിച്ചിരുന്നത് ഗോപസ്ത്രീകളിൽ മാത്രമല്ല. നമുക്ക് നോക്കിയാൽ യശോദാമയിലും നമുക്ക് കാണാം അല്ലേ? തൈര് കടയുമ്പോഴും ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ വികൃതികൾ അങ്ങനെ പാട്ടുരൂപത്തിൽ പാടിക്കൊണ്ടാണ് തൈര് കടയുന്നത്. അത് നമുക്ക് ഉലൂഖലബന്ധനത്തിൽ കാണാം. സദാ ഭഗവാന്റെ ചിന്തയേ ഉള്ളൂ യശോദാമയ്ക്കും, അവിടുത്തെ ഗോപന്മാർക്കൊക്കെയും അതേയുള്ളൂ. ഇനിയും അത് കഴിഞ്ഞ് നമുക്ക് മധുരയിലേക്ക് വരുമ്പോഴും നമുക്ക് കാണാം ദേവകീദേവിക്കും ആ ഒരു ചിന്തയുള്ളൂ. തൻ്റെ ആ പൊന്നുണ്ണി ഒന്ന് കാണാനുള്ള ആ ഒരു അത്യാകാംക്ഷ തന്നെയല്ല, ആ മാതൃത്വം അങ്ങനെ നിറഞ്ഞു തുളുമ്പുകയായിരുന്നു അല്ലേ? ഭഗവാനെ ആ ഉണ്ണിയെ കാണുമ്പോൾ അമ്മയുടെ നെഞ്ചിൽ നിന്നും പാൽ ചുരന്നു എന്ന് നമുക്ക് കാണാം. ഇനി അവിടെ അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് ഇവിടെ യശോദാമ്മയുടെ ഉള്ളിൽ എന്താ, ആര് വന്നാലും തൻ്റെ പൊന്നുണ്ണിയാണോ വരുന്നത് എന്നുള്ള ചിന്ത. അപ്പോൾ പോലും തന്നിൽ നിന്ന് ദൂരേക്ക് പോയപ്പോഴും തൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിന്നിരുന്നത് ആ പൊന്നുണ്ണിയായിരുന്നു. നോക്കൂ, എന്തൊരു ശക്തിയായ ഒരു ബന്ധനമാണ്, എന്തൊരു ഉറപ്പുള്ള ബന്ധനമാണ് ആ ശ്രീഹരി ഭഗവാനുമായിട്ട് ഓരോരുത്തർക്കും ഉണ്ടായിരുന്നത്. എല്ലാവർക്കും, ഒരാളിനല്ല എല്ലാവർക്കും. ഭഗവാനെ തന്നെ സദാ ധ്യാനിച്ചു കൊണ്ടിരുന്നിരുന്ന കംസനും അതുതന്നെയായിരുന്നില്ലേ ചിന്ത? എപ്പോഴും ഭഗവാനെ ഭാവത്തിലല്ലേ മാറ്റമുള്ളൂ. ഒരാൾ വിദ്വേഷഭാവത്തിലാണെന്നേ ഉള്ളൂ, മറ്റുള്ളവർക്കൊക്കെ ചിലർക്ക് പ്രേമഭാവം, ചിലർക്ക് വാത്സല്യത്തിൻ്റെ ഭാവം. പക്ഷെ സദാ ഭഗവാനെ തന്നെ ചിന്തിച്ചു കൊണ്ടിരുന്നവരാണ്. കംസൻ എന്താ, തൻ്റെ ജീവൻ പോകുമോ എന്നുള്ള ഭയം, അതുകൊണ്ട് സദാ ആ ഒരു വിദ്വേഷഭാവത്തിൽ ഭഗവാനെ തന്നെ ചിന്തിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ഓരോരുത്തരെയും നോക്കിയാൽ എല്ലാവർക്കും ഭഗവാനോട് തന്നെയായിരുന്നു ഒട്ടലുണ്ടായിരുന്ന, ഭഗവാനെക്കുറിച്ച് തന്നെയായിരുന്നു ചിന്തയുണ്ടായിരുന്നത്. അത് ശിശുപാലനായിക്കോട്ടെ, ദുര്യോധനനായിക്കോട്ടെ. കാരണം അവരൊക്കെ ഒരു പക്ഷേ ഭയമായിരുന്നു അവർക്കൊക്കെ. കാരണം ഭഗവാൻ ഉള്ളിടത്ത് തങ്ങൾക്ക് ജയിക്കാനാവില്ലെന്ന ദുര്യോധനനും കർണനും ഒക്കെ നന്നായിട്ട് അറിയാമായിരുന്നു, ശിശുപാലനും അറിയാമായിരുന്നു. ആ ഭയമാണ്
സത്യത്തിൽ എപ്പോഴും അവരെ ഭഗവാനെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇനി അടുത്ത നമുക്ക് ഈ ഒരു ശ്ലോകത്തിൽ 26ാമത്തെ ശ്ലോകത്തിൽ പറയുകയാണ്, ഗ്രന്ഥോഷ്ടാദശ സാഹസ്രോ, ഗ്രന്ഥ അഷ്ടാദശ സാഹസ്രഃ. ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ ഇവിടെ ഗ്രന്ഥം എന്നതുകൊണ്ട് ബുക്ക് എന്നുള്ള ഒരു അർത്ഥത്തിലല്ല ഇവിടെ ഗ്രന്ഥം പ്രയോഗിച്ചിരിക്കുന്നത്. ഒരു ശ്ലോകം എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഗ്രന്ഥം പ്രയോഗിച്ചിരിക്കുന്നത്. 24 അക്ഷരം ചേരുന്ന ഒരു പദ്യരൂപത്തിലുള്ള ഒന്നിനെയാണ് ഗ്രന്ഥം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയാണ് ഗ്രന്ഥ അഷ്ടാദശ സാഹസ്രോ. അഷ്ടാദശ, ദശം 10, അഷ്ടം 8, അഷ്ടാദശം 18, സാഹസ്രം എന്ന് പറഞ്ഞാൽ 1000, സഹസ്രം 1000. അപ്പോൾ 18,000 ഗ്രന്ഥങ്ങൾ, 18,000 ശ്ലോകങ്ങൾ. എങ്ങനെയുള്ളത്? 24 അക്ഷരങ്ങൾ ചേരുന്ന 18,000 ശ്ലോകങ്ങൾ ചേർന്ന 12 സ്കന്ധ സംഹിത. 12 12 സ്കന്ധം എന്ന് പറയുന്നത് ഇതിലെ ഭാഗവതത്തിലെ ഓരോരോ 12 സ്കന്ധങ്ങൾ ചേരുന്നതാണ് ഭാഗവതം എന്ന് പറയുന്നത്. അങ്ങനെ 12 സ്കന്ധങ്ങൾ ചേർന്ന, സംഹിത എന്ന് പറഞ്ഞാൽ ചേർന്ന 12 സ്കന്ധങ്ങളിലായിട്ട് 18,000 ശ്ലോകങ്ങളിലായിട്ട് അഥവാ ഗ്രന്ഥങ്ങളിലായിട്ട് പരീക്ഷിച്ചുക സംവാദ, പരീക്ഷിത ശുക സംവാദ, ഇങ്ങനെ 3 വാക്കുകളുണ്ട് അതിൽ. പരീക്ഷിത് മഹാരാജാവും ശ്രീശുക മഹർഷിയും തമ്മിലുള്ള സംവാദ രൂപേണ, ചോദ്യോത്തര രൂപേണയാണ് ഈ ഭാഗവത ഗ്രന്ഥം രചിച്ചിരിക്കുന്നത്. ശൃണു ഭാഗവതം ച തത്. ശൃണു കേട്ടാലും. അപ്പോൾ ഇങ്ങനെയുള്ള 18,000 ഗ്രന്ഥങ്ങളിൽ 12 സ്കന്ധങ്ങളിലായിക്കൊണ്ട് രചിക്കപ്പെട്ടിരിക്കുന്ന ശ്രീ പരീക്ഷിത് മഹാരാജാവും ശ്രീശുക മഹർഷിയും തമ്മിലുള്ള സംവാദ രൂപേണയുള്ള ഈ ഭാഗവതത്തെക്കുറിച്ച് പറയാണ്. ശൃണു കേട്ടാലും, അല്ലയോ ശ്രീ നാരദ മഹർഷിയെ കേട്ടാലും, ഭാഗവതം ച തത് അങ്ങനെയുള്ള ആ ഭാഗവതത്തെ കേട്ടാലും ശ്രീശുക മഹർഷി. അപ്പോൾ ഇവിടെ ഒരു ആമുഖം എന്നോണം പറഞ്ഞു. അതിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നതിന് ഉള്ള ഒരു ആമുഖം. എന്താണ് ഭാഗവത ഗ്രന്ഥം? സത്യത്തിൽ ശ്രീശുക മഹർഷിക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷേ എന്നാലും അവിടെ കൂടിയിരിക്കുന്ന മറ്റുള്ളവർക്കായിക്കൊണ്ട് വ്യാസഭഗവാനിൽ നിന്ന് ഭാഗവത ഗ്രന്ഥം നന്നായി അറിഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ശ്രീശുക മഹർഷി, അല്ലെ? പിതാവിൽ നിന്നും പുത്രനായ ശ്രീശുക മഹർഷിക്ക് നന്നായി മുന്നേ ഗ്രഹിച്ചിട്ടുള്ളതാണ്. പക്ഷെ എന്നിരുന്നാലും മറ്റുള്ളവർക്കും കൂടി വേണ്ടി, മറ്റ് സദസ്യർക്കും കൂടി വേണ്ടിയാണ് ഇങ്ങനെയൊരു ആമുഖം പറയുന്നത് എന്ന് നമുക്ക് കാണാം ഈ സനൽകുമാരാദി മഹർഷിമാർ. അപ്പോൾ പറയുകയാണ് 12 സ്കന്ധങ്ങളിലായിട്ട് 18,000 ശ്ലോകങ്ങളിലായിട്ട് ശ്രീ പരീക്ഷിത് മഹാരാജാവും ശ്രീശുക മഹർഷിയും തമ്മിലുള്ള സംവാദ രൂപേണ രചിച്ചിട്ടുള്ള ഈ ഒരു ഭാഗവത ഗ്രന്ഥത്തെ, അല്ലയോ ശ്രീ നാരദ മഹർഷി അവിടുന്ന് കേട്ടാലും. ശ്രീ നാരദ മഹർഷിയുടെ ഉപദേശപ്രകാരമാണ് ശ്രീ വ്യാസഭഗവാൻ ഈ ഭാഗവത ഗ്രന്ഥം രചിക്കുന്നത് തന്നെ. അപ്പോൾ നാരദ മഹർഷിക്ക് അറിയാത്തതല്ല ഭഗവാന്റെ മഹാത്മ്യവും ഭഗവാന്റെ അവതാരങ്ങളും ലീലകളും തന്നെയാണ് ഇതിൽ വർണ്ണിച്ചിരിക്കുന്നത്. കാരണം നാരദ മഹർഷിയുടെ നിർദ്ദേശപ്രകാരമാണ് വ്യാസഭഗവാൻ ഇത് രചിച്ചിരിക്കുന്നത്. പക്ഷേ ആ വേദിയിൽ നോക്കൂ, വ്യാസഭഗവാനുണ്ട്, ശ്രീശുക മഹർഷിയുണ്ട്, പരാശര മഹർഷിയുണ്ട്, മറ്റുള്ള അനേകം മഹർഷിമാരുണ്ട്. അവരുടെയൊക്കെ മുൻപിൽ വെച്ചാണ് സനൽകുമാരാദി മഹർഷിമാർ നാരദ മഹർഷിയോട് ഈ ഒരു ആമുഖം എന്നോണം പറഞ്ഞിട്ട്, അല്ലയോ നാരദ മഹർഷിയെ കേട്ടാലുമെന്ന് പറയുന്നത്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഗ്രന്ഥോഷ്ടാദശ സാഹസ്രോ 12 സ്കന്ധ സംഹിത പരീക്ഷിച്ചുക സംവാദ ശൃണു ഭാഗവതം ച തത്. ഇവിടെ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഗ്രന്ഥോഷ്ടാദശ സാഹസ്രോ, അവിടെ അഷ്ടാദശ ആണെങ്കിലും അവിടെ ഇടയ്ക്കൊരു വിശ്ലേഷണം ഉള്ളതുകൊണ്ട് ഗ്രന്ഥോഷ്ടാദശ, അവിടെ ഓകാരം നീട്ടിയെടുക്കുക. പിന്നെ അടുത്തത് 12 സ്കന്ധ സംഹിത, അവിടെ ഒരു വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. അതേപോലെ പരീക്ഷിച്ചുക സംവാദ, അവിടെയും വിസർഗമുണ്ട്. അതേപോലെ പരീക്ഷിച്ചുക സംവാദ, ഛ കൂട്ടക്ഷരമാണ്, അതും അവിടെ ഒരിച്ചിരി കട്ടിയിൽ, കൂട്ടക്ഷരം എന്നല്ല, അവിടെ ഒരിച്ചിരി കട്ടിയിൽ വായിക്കുക.
അവിടെയും വിസർഗവുമുണ്ട്, അതും വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇനിയും 27ാമത്തെ ശ്ലോകം നമുക്ക് അടുത്ത സത്സംഗത്തിൽ നോക്കാമെന്ന് കരുതുന്നു, അല്ലെങ്കിൽ ഒരുപാട് നീണ്ടുപോകുമെന്നുള്ളത് കൊണ്ട് 27ാമത്തെ ശ്ലോകം 26 വെച്ച് നമുക്കിപ്പോൾ നിർത്താം. 27 അടുത്ത സത്സംഗത്തിൽ നോക്കാം. ഹരേ കൃഷ്ണ.